പ്രിയപ്പെട്ടവരെ, വലിയൊരു വിടുതലിനായിട്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. പിശാചിന് ചില കുതന്ത്രങ്ങളുണ്ട്, നമ്മൾ ജാഗ്രത പുലർത്തണം. പ്രിയപ്പെട്ടവരെ, ഏദൻ തോട്ടത്തിൽ എന്തോരം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചവരായിരുന്നു ആദവും ഹവ്വയും. അവരുടെ നന്മകളിലേക്ക് ഒളിഞ്ഞ് കയറി വന്ന സാത്താൻ ദൈവത്തിന് മുന്നിൽ പതറുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിക്ക് അതീതമായിട്ട് ഒരു പ്രലോഭനവും നമ്മളെ അനുവദിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം. പൗലോസ്ലീഹ കൊരിന്തോസ് ലേഖനത്തിലെ രണ്ടാം ലേഖനം 11-ാം അധ്യായം 14-ാം വാക്യം പറയുക, അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാതപൂർണനായി ദേവദൂതൻ്റെ വേഷം കെട്ടാറുണ്ടല്ലോ. അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരുമായി വേഷം കിട്ടാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ തിരിച്ചറിവിൻ്റെ കൃപ നമുക്ക് വേണം. വലിയൊരു വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പിശാച് ഒരു യാഥാർത്ഥ്യമാണ്, അവൻ്റെ തന്ത്രങ്ങളും ഒരു യാഥാർത്ഥ്യമാണ്. ആരുടെ രൂപത്തിൽ വേണമെങ്കിലും അവൻ വരാം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി വലിയൊരു വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അവൻ്റെ ചില ആക്രമണ രീതികൾ ഈശോയ്ക്ക് കൊടുക്കണം. ഒന്ന്, പ്രലോഭനങ്ങളാണ്. ജീവിതത്തിൽ പല വിധത്തിൽ നമ്മൾ പ്രലോഭിക്കപ്പെടുന്നുണ്ട്. ഈശോ പോലും മരുഭൂമിയിൽ മനുഷ്യനായ ദൈവം പരീക്ഷിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും നമ്മൾ കടന്നു പോകുന്ന ചില പ്രലോഭനങ്ങളാണ്. അതിൻ്റെ കെട്ടഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ, തഴക്ക ദോഷങ്ങളാണ്. ചില പാപങ്ങൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അതിനൊരു ദോഷഫലം, ഒരു തഴക്ക ദോഷം നമ്മുടെ ജീവിതത്തെ പീഡിപ്പിക്കും. ഇന്ന് എത്രയോ കുഞ്ഞുങ്ങൾ പാപം ഉപേക്ഷിച്ചിട്ടും ഒന്ന് കൃപയെ ജീവിക്കാൻ പറ്റാത്ത എത്രയോ പേര്. കർത്താവേ, ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തഴക്ക ദോഷങ്ങൾ, ചില പാപവേരികളുടെ ആഴങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ചില ബലഹീനതകൾ അപ്പാ ഒന്ന് എടുത്തു മാറ്റി തരണം. പിശാച് ബാധകൾ ഇന്ന് അനേകരും ബന്ധിക്കപ്പെട്ട് കിടക്കുക. പിശാച് അനേകരും ഉപയോഗിക്കുക. എത്രയോ യുവജനങ്ങൾ പിശാച് ഉപയോഗിക്കുന്നു. അനേക കുടുംബങ്ങളെ പിശാച് ഉപയോഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദിനപത്രം എടുത്താൽ നമ്മൾ കാണുന്നത് എന്താ? മരണവാർത്തകൾ, അതിക്രൂരമായി കുഞ്ഞുങ്ങളെ പോലും കൊല്ലുന്ന മാതാപിതാക്കളുടെ കാലഘട്ടങ്ങൾ. എൻ്റെ ഈശോയെ, അങ്ങയുടെ കരുണയ്ക്ക് മുന്നിൽ ഞങ്ങളുടെ കുടുംബത്തിലും ഇതുപോലെ പിശാച് ബാധകൾ, ദുർമരണങ്ങൾ, ചില മന്ത്രവാദ കൂടോത്രങ്ങൾ, ആഭിചാരങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ, അങ്ങനെ പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു. എങ്ങനെ നന്നാവണമെന്ന് ആഗ്രഹിച്ചാലും കെട്ടപ്പെട്ട ചില ജീവിതങ്ങൾ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് വേറെ ആരുടെ അടുത്ത് ആശ്രയമുള്ളത്? കർത്താവേ, പിശാചിൻ്റെ അലട്ടിലുള്ള ചില വീടുകൾ, വീട്ടിൽ എന്ത് ഭക്ഷണം വെച്ചാലും കേടായി പോകുന്ന അവസ്ഥ, വീട്ടിൽ പലതരം അപകടങ്ങൾ, പലതരം അസ്വസ്ഥതകൾ, ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് മേടിച്ച സ്ഥലത്ത് പോലും അസ്വസ്ഥതകൾ, ഉറങ്ങാൻ പറ്റുന്നില്ല, ആരൊക്കെയോ സംസാരിക്കുന്ന അവസ്ഥകൾ. കർത്താവ്, ഇന്ന് അനേക കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള പൈശാചിക അലട്ടലുകളുണ്ട്. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് രക്ഷ നൽകാൻ വേറെ ആരുടെ പക്കൽ പോകും? അങ്ങയുടെ മുന്നിലാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കർത്താവേ, സാത്താൻ ആവേശിക്കപ്പെട്ട ഡയബോളിക്കൽ പൊസഷനുള്ള മക്കള്, അങ്ങനെയുള്ള കുടുംബങ്ങളെ ഈ രാത്രി സമർപ്പിക്കുക. ഗനേസരുടെ നാട്ടിലേക്ക് ഈശോ കാലുകുത്തിയ സമയം തന്നെ അത് ഓടി വന്ന് സാഷ്ടാംഗം വീണ പിശാച് വിട്ടുപോയല്ലോ. കർത്താവേ, ഈ രാത്രിയിൽ ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് സാത്താൻ സേവയുടെ അരൂപികള്, പൈശാചിക പീഡകള്, ഡൈമോണിക്കൽ പൊസിഷൻസിന് യേശുവിന്റെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്താൽ ലയോ 14 മാർപ്പാപ്പയുടെ ശ്ലൈംഗിക കൂട്ടായ്മയോട് കീഴ്വഴങ്ങി എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. 5 ലക്ഷത്തോളം വൈദികരുടെ കൂട്ടായ്മയോട്, 25 അഭിമന്യ പിതാക്കന്മാരുടെ കൂട്ടായ്മയോട്, കർത്താവേ, കർദിനാൾ സംഘങ്ങളുടെ കൂട്ടായ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവശക്തി ഇറങ്ങട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, അയർലൻഡ് എന്ന രാജ്യത്തില് കാലുകുത്തിയ ഒരു വിശുദ്ധൻ പാട്രിക്, സർപ്പങ്ങളെ പോലും പേടിയുണ്ടായിരുന്ന ഒരു വിശുദ്ധൻ. ആ വിശുദ്ധൻ പ്രാർത്ഥിച്ച സമയം തന്നെ വിഷസർപ്പങ്ങളില്ലാത്ത ലോകത്തിലേക രാജ്യമായിട്ട് അയർലൻഡ് മാറാൻ കാരണം അദ്ദേഹം ദൈവസന്നിധി മുട്ടുകുത്തി പിശാചിനെ ബന്ധിച്ച പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് ചെല്ലാൻ ഒരുങ്ങിയ ഈ സമയം തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് കർത്താവേ, വലിയൊരു വിടുതൽ ഈ സമയം അങ്ങ് നൽകണമേ. ഞങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ പോവാ. പ്രിയപ്പെട്ടവരെ, വലതുകരം ഉയർത്തിപ്പിടിക്കുക.
ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഈ സമയം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ശക്തമായി മനസ്സിലാക്കി വിശുദ്ധ പാട്രിക് ദൈവസന്നിധിയിൽ പിശാചിനെ ബന്ധിക്കാൻ ഉപയോഗിച്ച പ്രാർത്ഥന നമ്മുടെ വീടിനെ, സ്ഥലങ്ങളെ, അന്തരീക്ഷത്തെ, നമ്മുടെ മക്കളായിരിക്കുന്ന അവസ്ഥകളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്തി ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഉറക്കെ ഏറ്റു ചൊല്ലുക. പരിശുദ്ധ തമത്രിത്വത്തിൽ വിശ്വസിച്ചുകൊണ്ടും സകലത്തിന്റെയും സൃഷ്ടാവിൽ ത്രിത്വത്തിലുള്ള ഐക്യം ഏറ്റുപറഞ്ഞുകൊണ്ടും പരിശുദ്ധ ത്രിത്വത്തിൽ വിളിച്ചപേക്ഷിച്ചുകൊണ്ടും വലിയ ശക്തിയോടെ ഞങ്ങൾ ഇന്ന് ഉണർന്നെഴുന്നേൽക്കുന്നു. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെയും ജ്ഞാനസ്നാനത്തിന്റെയും ശക്തിയിലും അവിടുത്തെ കുരിശു മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ശക്തിയിലും അവിടുത്തെ ഉത്ഥാനത്തിന്റെയും സ്വർഗാരോപണത്തിന്റെയും ശക്തിയിലും വിധിയാളനായുള്ള അവിടുത്തെ രണ്ടാം വരവിന്റെ ശക്തിയിലും ശരണം വെച്ച് ഞങ്ങൾ ഇന്ന് ഉണർന്നെഴുന്നേൽക്കുന്നു. കെരൂബുകളുടെ സ്നേഹത്തിന്റെ ശക്തിയിലും മാലാഖമാരുടെ അനുസരണത്തിലും മുഖ്യദൂതന്മാരുടെ ശുശ്രൂഷയിലും നിത്യ സമ്മാനത്തിനായുള്ള ഉയർപ്പിന്റെ പ്രത്യാശയിലും പൂർവപിതാക്കന്മാരുടെ പ്രാർത്ഥനകളിലും പ്രവാചകന്മാരുടെയും ദീർഘദർശികളുടെയും അപ്പസ്തോലന്മാരുടെയും പ്രബോധനങ്ങളിലും കുമ്പസാരക്കാരുടെ വിശ്വാസത്തിലും നിർമ്മല കന്യകമാരുടെ ശുദ്ധതയിലും നീതിമാന്മാരുടെ പ്രവർത്തികളിലും ശരണം വെച്ച് ഞങ്ങളിതാ ഉണർന്നെഴുന്നേൽക്കുന്നു. സ്വർഗത്തിന്റെ ശക്തിയിലും സൂര്യന്റെ പ്രകാശത്തിലും അഗ്നിയുടെ തേജസ്സിലും മിന്നലിന്റെ വേഗതയിലും കാറ്റിന്റെ ശീഘ്രതയിലും ആഴിയുടെ അഗാധതയിലും ഭൂമിയുടെ സ്ഥിരതയിലും പാറക്കെട്ടുകളുടെ നാട്യത്തിലും ഞങ്ങൾ ഇന്ന് ഉണർന്നെഴുന്നേൽക്കുന്നു. പിശാചിന്റെ കെണികൾക്കെതിരായും ദുശീലങ്ങളുടെ പ്രലോഭനങ്ങൾക്കെതിരായും പ്രകൃതിയുടെ ആസക്തികൾക്കെതിരായും അടുത്തോ അകലെയോ ഒറ്റയ്ക്കോ കൂട്ടമായോ എനിക്കെതിരെ തിന്മ നിരൂപിക്കുന്ന എല്ലാവർക്കുമെതിരായി എന്നെ നയിക്കുന്നതിനായി ദൈവത്തിന്റെ ശക്തിക്കും എന്നെ താങ്ങി നിർത്തുന്നതിനായി ദൈവത്തിന്റെ ബലത്തിനും എന്നെ വഴി നടത്തുന്നതിനായി ദൈവത്തിന്റെ ജ്ഞാനത്തിനും എന്നെ കാണുന്നതിനായി ദൈവത്തിന്റെ കണ്ണുകൾക്കും എന്നെ കേൾക്കുന്നതിനായി ദൈവത്തിന്റെ കാതുകൾക്കും എനിക്ക് വേണ്ടി സംസാരിക്കാനായി ദൈവത്തിന്റെ വചനത്തിനും എന്നെ കരുതുന്നതിനായി ദൈവത്തിന്റെ കരത്തിനും എനിക്ക് സഞ്ചരിക്കാനായി ദൈവത്തിന്റെ പാതയ്ക്കും എന്നെ സംരക്ഷിക്കുന്നതിനായി ദൈവത്തിന്റെ പരിചയ്ക്കും വരമേൽപ്പിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ഉണർന്നെഴുന്നേൽക്കുന്നു. എന്റെ ആത്മ
ആത്മാവിനെയും ശരീരത്തിനുമെതിരായി നിർദ്ദയം യുദ്ധം ചെയ്യുന്ന എല്ലാ ക്രൂര ശക്തികൾക്കെതിരായി വ്യാജ പ്രവാചകന്മാരുടെ മന്ത്രോച്ചാരണങ്ങൾക്കെതിരായും വിജാതീയരുടെ എല്ലാ കരി നിയമങ്ങൾക്കും എതിരായും പാഷണ്ഡതകരുടെ എല്ലാ അബദ്ധ പ്രബോധനങ്ങൾക്കെതിരായും വിഗ്രഹാരാധനയുടെ എല്ലാ കൗശല്യങ്ങൾക്കെതിരായും ദുർമന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും എല്ലാ വശീകരണങ്ങൾക്കെതിരായും മനുഷ്യാത്മാവിനെയും ശരീരത്തെയും വഴിപിഴപ്പിക്കുന്ന എല്ലാ അറിവുകൾക്കെതിരായും ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ ശരണം തേടി പ്രാർത്ഥിക്കുന്നു. വിഷബാധയിൽ നിന്ന് പൊള്ളലിൽ നിന്ന് മുങ്ങി മരണത്തിൽ നിന്ന് മുറിവുകളിൽ നിന്ന് യേശു എന്നെ സംരക്ഷിക്കും, എന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യും. യേശു എന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു എനിക്ക് മുൻപേയും എനിക്ക് പുറകെയും എന്റെ മുകളിലും ആയിരിക്കട്ടെ. ക്രിസ്തു എന്റെ കീഴിലും എന്റെ വലതും എന്റെ ഇടതും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഇരിക്കുമ്പോഴും ഞാൻ കിടക്കുമ്പോഴും യേശു എന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. എന്നെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുമ്പോൾ അവരുടെ ചിന്തയിലും എന്നെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ ആദരത്തിലും എന്നെ കാണുന്നവരുടെ കണ്ണുകളിലും എന്നെ കേൾക്കുന്നവരുടെ കാതുകളിലും യേശു ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് സകലത്തിന്റെയും സൃഷ്ടാവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള കുരിശിന്റെ കീഴിലേക്ക് വിടുതൽ സംഭവിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഒരു വിടുതലിന്റെ ശക്തി, വിടുതലിന്റെ അഭിഷേകം നിറയപ്പെടാണ്. കരങ്ങൾ അടിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. പണം യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, തിന്മതൻ വാതിൽ അടച്ചിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, തിന്മതൻ വാതിൽ അടച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. ഓ കർത്താവേ, എല്ലാ കെട്ടുകൾ അഴിയാണ് ഈ രാത്രി തന്നെ. കർത്താവിന്റെ വലിയ മഹത്വം ഈ വിമല ഹൃദയ പ്രതിഷ്ഠ വഴി അനേകരുടെ ഹൃദയത്തിലേക്ക് ഒരു ദൈവശക്തിയായി ദൈവകൃപയായിട്ട് വന്നിറങ്ങട്ടെ. അഭിഷേകത്തോട് ആരാധിച്ച് നമുക്ക് പാടിയായിരുന്നു.
യേശു ഒരു വാതിലടച്ചാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു ഒരു വാതിലടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. ഹല്ലേലൂയ 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 ഇമ്മാനുവേൽ ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ. 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 യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. യേശു ഒരു വാതിലടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. യേശുവേ ഹല്ലേലൂയ ഇരുട്ടുകൾ മാറിപ്പോ വെളിച്ചം നിൽക്കാൻ പ്രിയപ്പെട്ടവരെ, ഇതാ ദിവ്യകാരുണ്യ ആശീർവാദ സമയം. സഭയുടെ ശ്ലൈകിക അധികാരത്തിന്റെ കൃപ നമ്മിലേക്ക് ചൊരി എല്ലാ കെട്ടുകൾ അഴിയുന്ന സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.